ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒരു വിദേശ താരത്തെ കൊണ്ടുവന്നിരുന്നു. മർലോൺ റൂസ് എന്ന 22 വയസ്സ് മാത്രമുള്ള ഒരു ജർമ്മൻ താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇദ്ദേഹം അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. ഏറ്റവും ഒടുവിൽ ക്രൊയേഷ്യയിലെ സെക്കൻഡ് ഡിവിഷനിലാണ് റൂസ് കളിച്ചിട്ടുള്ളത്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തു വന്നത് എവിടെയാണ്, അത് എപ്പോഴാണ്, അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ജർമ്മൻ ക്ലബ്ബായ മെയിൻസിന്റെ റിസർവ് ടീമിന് വേണ്ടി കുറച്ചു കാലം മർലോൺ റൂസ് കളിച്ചിട്ടുണ്ട്. താരത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം വന്ന സീസൺ ഏതാണ് എന്നുള്ളത് നോക്കുമ്പോൾ മെയിൻസിന്റെ റിസർവ് ടീമിന് വേണ്ടി കളിക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തു വന്നിട്ടുള്ളത്. അതായത് അണ്ടർ 17 ബൂണ്ടസ് ലീഗയിൽ ആകെ 45 മത്സരങ്ങളാണ് മെയിൻസിന്റെ റിസർവ് ടീമിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 26 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 16 ഗോളുകളും 10 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം വന്നത് ബുണ്ടസ് ലീഗയിലെ അണ്ടർ 17 കാറ്റഗറിയിൽ മെയിൻസിന് വേണ്ടി കളിക്കുന്ന സമയത്താണ്. ഇനി ഏറ്റവും ഒടുവിൽ ക്രൊയേഷ്യയിലെ സെക്കൻഡ് ഡിവിഷനിൽ അദ്ദേഹം നടത്തിയ പ്രകടനം കൂടി പരിശോധിക്കാം. ബുക്കോവർ എന്ന ക്ലബിന് വേണ്ടി അദ്ദേഹം 57 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. 2 ഗോളുകളും 8 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഇദ്ദേഹം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കടന്നു വരുന്നത്. കരിയറിൽ ആകെ 130 മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 20 ഗോളുകളും 27 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ്, പക്ഷെ വേണമെങ്കിൽ ലെഫ്റ്റ് വിങ്ങർ ആയിക്കൊണ്ടും അതുപോലെ തന്നെ സെൻട്രൽ ഫോർവേഡ് ആയിക്കൊണ്ടും ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനകത്തുള്ള ഏക വിദേശ താരം അത് റൂസ് മാത്രമാണ്. ബാക്കിയുള്ള 6 വിദേശ താരങ്ങളെയും ക്ലബ്ബ് റിലീസ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ മറ്റു വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.